മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ നഗരമായിട്ടുള്ള പെരിന്തൽമണ്ണയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. The reason I came here was because of the online classes. The live sessions were amazing. കെമിസ്ട്രിയും പിന്നെ മിഥുല മാം ഇവരൊക്കെ വളരെ ഇഷ്ടമാണ് അവരുടെ ക്ലാസ്സൊക്കെ കേൾക്കാൻ. അപ്പോൾ ഇവരുടെ അസിസ്റ്റൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഓഫ്ലൈൻ സെൻറ്റർ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ ഓൺലൈൻ ക്ലാസ്സിലേക്ക് പോണേ. സ്റ്റഡി മെറ്റീരിയലിൻ്റെ കാര്യത്തിലാണെന്ന് വെച്ചാൽ സൈലത്തിൻ്റെ നോട്ട്സ് അടിപൊളിയാണ്. എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് നന്നായിട്ട്. ഇവിടെ പഠിപ്പിക്കുന്ന പ്രൊജക്ടറിലാണ്, അത് ഒന്നും കൂടി നേരെ മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ പഠിപ്പിക്കുന്ന രീതിയും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ടീച്ചേഴ്സൊക്കെ ഇവിടെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എക്സാംസ് ഒരാഴ്ച പഠിപ്പിച്ചതിന് ശേഷം ഒരു ശനി ഞായറായിട്ട് എക്സാംസ് വെക്കുന്നുണ്ട്. അത് എഫക്റ്റീവ് ആണ്. എക്സാം നാളെയാണ് ചെയ്യുന്ന റിവിഷൻ ക്ലാസ് ഇന്ന് വെച്ചിട്ട് നമ്മളെ എത്ര മാത്രം പഠിപ്പിക്കാൻ പറ്റും അത്രയും അടിപൊളിയായിട്ട് പഠിപ്പിക്കും. ഇവിടുന്ന് തന്നെ കുറേ എക്സാം പേപ്പേഴ്സിൽ നിന്ന് കുറേ എക്സാം മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യണോണ്ട് ഇപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, പ്രത്യേകിച്ച് അതിനൊരു സമയം വെക്കേണ്ട ആവശ്യമില്ല. എക്സാംസ് ആദ്യത്തേനേക്കാളും കൂടുതൽ നല്ല മാർക്കും നല്ല മനസ്സിലാക്കി എഴുതാനൊക്കെ പറ്റുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗം മനസ്സിലാക്കാനും ടൈം മാനേജ്മെന്റ് ഒക്കെ. കുറേ ക്ലാസ്സിൻ്റെ ആദ്യം മുതലുള്ള പോർഷൻസ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെയുള്ള ടീച്ചേഴ്സിനോട് പറഞ്ഞു ആദ്യം മുതലുള്ള പോർഷൻസ് വേണം. അപ്പോൾ എന്നെ ഇൻഡിവിജ്വലായിട്ട് ആദ്യം മുതലുള്ള പോർഷൻസ് എല്ലാം എടുത്ത് 7 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് എനിക്ക് ക്ലാസ്സൊക്കെ എടുത്ത് തന്നിരുന്നത്. സൈലം പെരിന്തൽമണ്ണ ഓഫ്ലൈൻ സെൻറ്ററിൽ 2024-25 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കും. പ്രധാനമായിട്ടും 10ാം ക്ലാസ്, +2, +1 ക്ലാസ്സുകളിലേക്കാണ് പെരിന്തൽമണ്ണ സൈലം ഓഫ്ലൈൻ സെൻറ്ററിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് +1ൻ്റെ ബ്രിഡ്ജ് കോഴ്സിലോടുകൂടി സൈലം 8ാം തീയതി ക്ലാസ് ആരംഭിക്കുന്നു. +2 വിദ്യാർത്ഥികൾക്ക് സൈലം അധ്യാപകരെ നേരിട്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് 10 ദിവസത്തെ സൗജന്യ ക്ലാസ്സോടുകൂടി ഏപ്രിൽ 3ാം തീയതി ക്ലാസ്സിലേക്ക് അഡ്മിഷൻ ആരംഭിക്കാം. 10ാം ക്ലാസ്സിലെ പുതിയ വിദ്യാർത്ഥികളെ 9ാം ക്ലാസ് പരീക്ഷ അവസാനിക്കാനിരിക്കുന്നു. അവർക്ക് 10ാം ക്ലാസ്സിൽ ഏപ്രിൽ 4 മുതൽ സൈലം പെരിന്തൽമണ്ണയിലെ ഓഫ്ലൈൻ സെൻറ്ററിലേക്ക് ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കും. സൈലത്തിന്റെ പെരിന്തൽമണ്ണ സെന്ററിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ അനുഭവം? നമ്മള് ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത് അല്ലേ. നമ്മൾ ടയേർഡ് ആയിട്ടാണ് ഇവിടെ വന്നതെങ്കിലും കുട്ടികളുടെ മുഖം കണ്ടപ്പോഴാണ് പോസിറ്റിവിറ്റി എന്തോരാ നമുക്ക് മനസ്സിലായത്. ഇവരും ടീച്ചേഴ്സുള്ള ഒരു അറ്റാച്ച്മെന്റ് അത് വളരെ അടിപൊളിയായിരുന്നു. ഓഫ്ലൈൻ വരുമ്പോൾ അവർക്കൊരു ഇന്ററാക്ഷൻ വേണം, നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ വേണം. അത് ഇവിടെ നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. കാരണം ടീച്ചേഴ്സ് തമ്മിൽ തന്നെ ഒരു ബോണ്ട് ഉണ്ട് അല്ലേ. കൂട്ടായ്മ നല്ലതാണ്. അത് മാത്രമല്ല, ഇവർക്ക് എന്താണോ വേണ്ടത് അത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആയിട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടൗണിനോട് വളരെ അടുത്ത് കുട്ടികൾക്ക് ഏറ്റവും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സെന്ററാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഈ രക്ഷിതാക്കൾക്കൊക്കെ ഏറ്റവും ടെൻഷൻ ഉണ്ടാകുന്ന കാര്യം ഇവരെങ്ങനെയാണ് എത്തുക, അല്ലെങ്കിൽ ഇവർക്ക് എത്രത്തോളം നടക്കാനുണ്ട്. അതെ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും. കാരണം രാവിലെയും വൈകിട്ടൊക്കെയാണ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് കൊടുക്കുന്നത്, കാരണം സ്കൂള് ഇല്ലാത്ത ടൈമിൽ. അപ്പൊ അത് നോക്കുമ്പോൾ പാരന്റ്സിന് അതിൻ്റെതായ കൺസേൺസ് ഉണ്ടാവും. അപ്പം അതൊക്കെ എങ്ങനെ പരിഗണിക്കാം എന്ന രീതിയിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി ക്ലാസ്സസ്, നല്ല ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ കുട്ടികൾക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഒന്നും വേണ്ട അല്ലേ. തീർച്ചയായിട്ടും വേനൽക്കാലാണ് വരാൻ പോകുന്നത്, നല്ല ചൂടേറുന്ന സമയമാണ്. പക്ഷേ അതിനെല്ലാം തരണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് സൈലം പെരിന്തൽമണ്ണയിൽ ഒരുക്കിയിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസിന് ശേഷം അവർക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നു അല്ലെ. പ്രീമിയർ ലീഗ് തന്നെ. അതെ. അപ്പോൾ കാരണം കുട്ടികളിൽ തന്നെ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാക്കുകയും, കാരണം മടുക്കല്ല വേണ്ടത്, അവർ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടത്. അപ്പം അവർ മത്സര ബുദ്ധിയോട് കൂടെ തന്നെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ വീക്കെൻഡ്സിൽ എക്സാംസ് നടക്കുന്നു, മോക്ക് ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ തന്നെ അവർ അറിയാതെ തന്നെ അവരതിന് ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഓരോരുത്തരും ഓരോ ഗ്രൂപ്പുകളാക്കിയിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കും. ഒരു കുട്ടിക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് സൈലത്തിൽ നിന്ന് കിട്ടുന്നത്. കാരണം ഇവിടുത്തെ ടീച്ചേഴ്സും പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അവർ പാഷനേറ്റ് ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം അവരെന്താണ് അവരുടെ സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യുന്ന പോലെ തന്നെ കുട്ടികളോട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ എല്ലാ സൈലം സെന്റേഴ്സിനും പ്രത്യേക വിഷയങ്ങളിൽ അവർക്ക് ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും രണ്ടും കണക്ട് ചെയ്യാം. അതൊരു വലിയൊരു ബെനിഫിറ്റ് ആണ്. കാരണം രണ്ട് സ്ഥലത്തും ഒരേ സ്ലൈഡുകൾ, ഒരേപോലെ ക്ലാസ്സുകളാണ് ഇവർക്ക് കിട്ടുന്നത്. ഇപ്പം ഇവിടുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് കേട്ടു, പിന്നെ അത് മറന്നു പോവാണെങ്കിൽ പോലും
എന്തുണ്ട് ഇവർക്ക് ഓൺലൈൻ ഈ സാധനം അവിടെ കിട്ടുകയാണ്. സോ രണ്ടും ഇവർക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്ട് കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പം സൈലത്തിന് ഏകദേശം 10ഓളം സെന്ററുകൾ ഓഫ്ലൈൻ സെന്ററുകളായിട്ട് മാറിയിട്ടുണ്ട്. ഈ 10ഓളം ഓഫ്ലൈൻ സെന്ററിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ 10ഓളം ഓഫ്ലൈൻ സെന്ററിൽ പോകുന്നത് ഒരേ സ്റ്റഡി മെറ്റീരിയലാണ്, അതെ, ഒരേ പാറ്റേൺ ആണ്. മീൻസ് കാരണം എന്താ വെച്ചാൽ ഒരു ഇയർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഓഫ്ലൈനാണെങ്കിലും ഓൺലൈനാണെങ്കിലും നമ്മളൊരു വ്യക്തമായ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഓരോ മാസവും എന്തെടുക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് കഴിയുന്നത് കൃത്യമായിട്ട് ഇവർക്ക് ഷെഡ്യൂൾ ഉണ്ട്. മാത്രമല്ല ഓരോ ആഴ്ചയിലും ഇവർക്ക് എന്ത് വരുന്നുണ്ട് മിസ്സേ, എക്സാംസ് വരുന്നുണ്ട്. ഈ ഓരോ എക്സാമ്പിൾ കഴിയുന്നതോടെ എന്ത് ചെയ്തു, ഒരു മാസത്തിൽ ഒരു മെഗാ എക്സാം നടത്തുന്നു. ഈ എക്സാമ്പിൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പാരന്റ്സുമായിട്ടുള്ള മീറ്റിംഗ് നടക്കാം. സ്വാഭാവികമായിട്ട് കുട്ടികളെക്കാൾ കൂടുതൽ കൺസേൺ ഉണ്ടാകും. കാരണം വെച്ചാൽ ഓഫ്ലൈൻ സെന്റേഴ്സിലേക്ക് വിടുമ്പോൾ പാരന്റ്സിന് നല്ല ടെൻഷൻസ് ഉണ്ടാകും. കുട്ടികൾ പഠിക്കുന്നുണ്ടോ, സൈലത്തിലേക്ക് വരുന്നത് പോലെ തന്നെ പിന്നീട് മാറ്റങ്ങൾ വരുന്നുണ്ടോ, ഡെവലപ്മെന്റ്സ് ഉണ്ടാവോ എന്നുള്ളതൊക്കെ. അപ്പൊ ആ കൺസേൺസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ടൈമിൽ എക്സാം നടത്തുന്നു. ഓരോ മാസവും പാരന്റും കുട്ടിയും ടീച്ചേഴ്സിനെ കണ്ടിട്ട് അവരെ കൃത്യമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ്. അതെ, കാരണം അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ തന്നെ നമ്മുടെ ഈ പ്ലാൻ പാരന്റ്സ് കാണുന്നുണ്ട്. അപ്പം പാരന്റ്സിന് കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ അത് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവരെന്താണ് എടുക്കുന്നത്, നമ്മുടെ പ്ലാൻ എന്താണെന്ന് പാരന്റ്സ് അറിയുന്നുണ്ട്. അപ്പം അവരുടെ ടെൻഷൻസ് നമ്മൾ പരമാവധി ഒഴിവാക്കുകയാണ്. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ ഒരുപാട് ആൾക്കാർ സയൻസിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൈലം എല്ലാ സെന്റേഴ്സിലും ബ്രിഡ്ജ് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ബ്രിഡ്ജ് കോഴ്സിന് പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് +1 വേണ്ടത്, അതിന്റെ ഒരു ബ്രിഡ്ജ് അത് കൃത്യമായിട്ട് ഇവിടെ തരുകയാണ്. അത് ഓൺലൈനിലെയും ഓഫ്ലൈനിലെയും ഫാക്കൽറ്റീസും നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് മാത്രമല്ല +2ലേക്കുള്ള കുട്ടികൾക്ക് നമ്മളൊരു 1 വീക്ക് ഡെമോ ക്ലാസ്സും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ അവർ എത്രത്തോളം ഇംപ്രൂവ് ചെയ്യണം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സെന്റേഴ്സിലും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം നിങ്ങൾ അഡ്മിഷൻസ് എന്തായാലും വേഗം തന്നെ കൊടുക്കുക. കാരണം April 1st വീക്കോട് കൂടെ നമ്മൾ ക്ലാസ്സസ് ഒക്കെ തുടങ്ങുമ്പോൾ അഡ്മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ക്ലാസ്സസ് സ്റ്റാർട്ട് ലേറ്റ് ആയിട്ട് പോയി നിങ്ങളുടെ ചാൻസ് മിസ്സാക്കാതിരിക്കുക. എത്രയും വേഗം തന്നെ അഡ്മിഷൻസ് ഉറപ്പാക്കുക. ഇവിടെ താഴെ ഒരു നമ്പർ ഉണ്ടാവും, മക്കള് പെട്ടെന്ന് തന്നെ വിളിച്ച് ഉറപ്പാക്കുക. നമുക്ക് ഒരുമിച്ച് അടിപൊളിയാക്കി സെറ്റായിട്ട് പഠിക്കാം.